കണ്ണൂർ ചക്കരക്കൽ മേഖലയിൽ തെരുവുനായ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 30ഓളം പേർക്ക് പരിക്ക്. ഇരുവേരി, ആർവിമട്ട, കുളംബസാർ, പാനേരിച്ചാൽ പ്രദേശങ്ങളിലുള്ളവർക്കാണ് തെരുവുനായകളുടെ കടിയേറ്റത്. പരിക്കേറ്റവരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ഈ ഒരു നായയാണോ, ഒരു കൂട്ടം നായകളുടെ ആക്രമണമാണോ ഈ വിവിധ പ്രദേശങ്ങളിലായി ഉണ്ടായത്? വീണ, കണ്ണൂർ ചക്കരക്കൽ മേഖലയിൽ തെരുവുനായയുടെ ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർക്കാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിരിക്കുന്നത്. ഒരു തെരുവുനായാണ് വ്യാപകമായി വീട്ടിന് മുന്നിൽ നിന്നിരുന്ന ആ കുട്ടികളെ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് തെരുവുനായ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പുറത്തേക്ക് ബസ്സുകാരൻ വെയിറ്റ് ഷെഡിൽ കാത്തു നിന്ന ആളുകളെയൊക്കെ തന്നെ തെരുവുനായ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചത്? ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റോഡിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ പിറകിൽ വന്ന് കടിച്ച് കൈ കൊണ്ട് തട്ടി മാറ്റുമ്പോൾ കൈക്ക് കടിച്ചു. ചേട്ടൻ്റെ കൂടെ നിന്ന് വേറെ ആരെങ്കിലും? ഇല്ല, ആരുമില്ല. ഞാൻ ഒറ്റക്ക് അവിടെ നിന്നായിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. ഇതേപോലെ ബസ് സ്റ്റോപ്പിലും അതുപോലെ തന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ പോകാൻ വേണ്ടി നിന്ന ആളുകളെ ഉൾപ്പെടെയാണ് തെരുവുനായ ആക്രമിക്കുന്ന സാഹചര്യം. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോൾ അപ്പോൾ എങ്ങനെയാണ് എവിടുന്ന് വന്നത്? അവര് തെരുവുനായ ഇപ്പം മേലെ പനച്ചാലിന് ഇനി സാധാരണ പോലെ നടന്നു വരുന്നത്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മേത്തേക്ക് ചാടി കയറി. അപ്പം ഞാൻ കൈനെ കൊണ്ട് തടുത്ത് നേരം കടിച്ച്. അവിടെ നാട്ടുകാർ കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് എന്നെ കടിച്ചിട്ട് അപ്പാട് എല്ലാവരും ഓടി വരുന്നതിൻ്റെ ഒരു നായി അപ്പാട് പോയിട്ട് അപ്പാട് ഒരു ബസ്സിൻ്റെ അടുക്കുള്ള ഒരു ക്ലീനർ ഉണ്ട്, അപ്പം അവരെയും കടിച്ച്. വീണ, അപ്പോൾ ജില്ലാ ആശുപത്രിയിൽ തന്നെ ഏതാണ്ട് 30ഓളം ആളുകൾ ചികിത്സയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് തെരുവുനായ ആക്രമിച്ചത്. നമുക്കിപ്പോൾ മാതാപിതാക്കളോട് തന്നെ ചോദിച്ചാൽ, വീട്ടിൻ്റെ കോലായിൽ ഇരുന്നതായിരുന്നു. അന്നേരം നായി പെട്ടെന്ന് വന്ന് വീട്ടിനുള്ളിലിരിക്കുന്ന സമയമാണ് പെട്ടെന്ന് കയറി കടിച്ചു. ഞാൻ അടുത്തുള്ളതുകൊണ്ട് കുഞ്ഞിന് വില്ലാപായം ഇല്ലാണ്ട് രക്ഷപ്പെട്ടു. അവിടെ ഒരുപാട് ആളെ കടിച്ചിട്ടുണ്ട്. 10-20 ആളിന് മേലെ ആയിട്ടുണ്ട് ഇപ്പം തന്നെ. നമ്മളിവിടെ എത്തുമ്പോൾ 6ാമത്തെ ആളാണ്, 7ാമത്തെ ആളായിരുന്നു ഞങ്ങൾ. അപ്പം ഇഞ്ചക്ഷൻ വെച്ച് ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോവാന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇത് പറയുന്നതിൻ്റെ ആ നായിനെ കൊല്ലേണ്ട ആ നായിനെ മാത്രമല്ല, ഇഷ്ടംപോലെ അലഞ്ഞിരിക്കുന്ന നായ്ക്കളുണ്ട്. അതിനൊരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറയണം. ഇനിയും കുട്ടികളെ ഇപ്പം മദ്രസയെല്ലാം പോകുന്ന കുട്ടികളാണ്. രാവിലെ തന്നെയാണ് ഇത് സംഭവം. ആ കുട്ടികളെ പുറത്ത് സ്വതന്ത്രമായിട്ട് പുറത്ത് കളിക്കാൻ പോലും വിടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ശരിക്കും വീണ, നാട്ടിലെ ആളുകളുടെ ഒരു ഭീതി തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിഴലിക്കുന്നത്. കാരണം കുട്ടികളെ വീടിന് പുറത്തേക്ക് പോലും വിടാൻ പറ്റാത്തൊരു സാഹചര്യം. ഇപ്പോൾ ഈ കുട്ടിയെ കടിച്ചിരിക്കുന്ന വീടിൻ്റെ ഇറയത്തിരിക്കുന്ന സമയത്താണ് വീട്ടിനുള്ളിലേക്ക് കയറി വന്ന് തെരുവുനായ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിരവധി പേർക്കാണ് ഈ ഒരു സംഭവത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഏതാണ്ട് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മാത്രം ഏതാണ്ട് 30ഓളം പേർ ഇപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവർക്കൊക്കെ തന്നെ ഈ ആദ്യ ഡോസ് ഇഞ്ചക്ഷൻ നൽകിയിട്ടുണ്ട്. ഈ തെരുവുനായ്ക്ക് പേയുണ്ട് എന്നൊരു കാര്യത്തിലടക്കം ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അതിനെ പിടികൂടണമെന്നൊരു ആവശ്യം കൂടി ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു കുട്ടിക്ക് വരെ ഈ തെരുവുനാട് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം, എന്താ സംഭവിച്ചത്? ഇത് രാവിലെ ഒരു 8:15 എങ്ങനെ ആകുമ്പോൾ ഇവിടെ കടിച്ച്. പിന്നെ നമ്മളെ വീടിൻ്റെ നേരെ അപ്പുറം ഒരാൾ കടിച്ചിന്. പിന്നെ നമ്മളെ ഗ്രൂപ്പിൽ വന്നിന് വേറെ 2 ആൾ കടിച്ചെന്ന് തൊട്ട്. ഇത് ചക്കരക്കൽ അഞ്ചരക്കണ്ടി സഹകാരി വെളിച്ചെണ്ണ കമ്പനിൻ്റെ ആ പരിസരത്താണ് നമ്മൾ ഏകദേശം ഒരു 4-5 ആളെ കടിച്ചിന്. ഇല്ല, നായ് ശല്യം ഒന്നും അങ്ങനെ കൂടുതലായിട്ടില്ല. പക്ഷേ ഇത് ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു 8:15 അങ്ങനെ ആകുമ്പോൾ സംഭവിക്കുന്നു. 8:15 ഏകദേശം ഒരു 5 ആളെ കടിച്ച പോലെ തോന്നുന്നു. ഇപ്പം ഗ്രൂപ്പിലൊക്കെ കയറി മെസ്സേജ് ഇങ്ങനെ വന്നിന് നാട്ടിൽ. ഒരുപാട് ആൾക്കാർക്ക് കടി. അതെ, ചക്കരക്കല്ല് ഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് കടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മളൊന്ന് കടിച്ച്, പിന്നെ നമ്മളപ്പുറത്ത് വീട്ടിൽ ഒരു പെണ്ണുങ്ങൾ കടിച്ചിന്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 100-300 മീറ്റർ അപ്പുറമുള്ള 2 വീട്ടിലെ അവരെ കടിച്ചിട്ടുള്ളത്. അവരെ ഇതിൽ ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരാളെ നമ്മളെ കണ്ടിന് നേരത്തെ. ചക്കരക്കൽ, പനേരിച്ചാൽ, ആർവിമട്ട തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ ഈ തെരുവുനായയുടെ ഒരു അക്രമം വ്യാപകമായിട്ടുണ്ടായത്. ഒരുപാട് ആളുകൾക്കാണ് ഈ ഒരു തെരുവുനായയുടെ അക്രമത്തിൽ നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക എത്രത്തോളം ഒരു ഭീതിതമായ സാഹചര്യത്തിലൂടെയാണ് ഇത് കടന്നുപോയിട്ടുണ്ടാവുക എന്നുള്ളത്. കാരണം കുഞ്ഞു കുട്ടികളെ ഉൾപ്പെടെ ഈ തെരുവുനായ ആക്രമിക്കുന്ന സമയത്ത് എത്രത്തോളം ഒരു ഭയം ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ കടന്നുപോയിരിക്കുന്നത് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ സംഭവം
സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്കിവിടെ കടിയേറ്റിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോഴും ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കാഷ്വാലിറ്റിയിൽ മുറിവ് ഡ്രസ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോവുകയാണ്. അതിലും നമുക്ക് ഇവിടെ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതിലും. നിലവിൽ ഏതാണ്ട് 30ഓളം പേർക്ക് കടിയേറ്റിട്ടുണ്ടെന്നാണ് ഒരു പ്രാഥമിക നിഗമനം. വീണ. ഓക്കെ, ശരി മിഥുൻ. ഏതായാലും ചക്കരക്കൽ മേഖലയിലാണ് തെരുനായ വ്യാപകമായി അക്രമം അഴിച്ചുവിട്ടത്. നിരവധി പേർ ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിലാണ്.